കെട്ടിയവനൊരു നാർസിസ്റ്റ് സൈക്കോപാത്ത് ആണെങ്കിൽ ഈ 4 ലക്ഷണങ്ങൾ കാണിച്ചിരിക്കും. മേഘുന ആരംഭിക്കലാമ. ഒന്ന്, അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ഒരു മനുഷ്യ ജീവിയാണ് എന്നൊരു പരിഗണന അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കേട്ടലറിക്കുന്ന വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നിന്നെ നിന്റെ വീട്ടുകാരെയും പറയും. ചിലര് ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യും. നിന്റെ മനസ്സ് തകർത്ത് ഉറക്കം കളഞ്ഞിട്ട് അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കും. ചിലപ്പോൾ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ സോറി എന്നൊരു വാക്ക് ഒരിക്കലും ആ വായിന്ന് വരില്ല. രണ്ട്, ഓരോ പ്രാവശ്യവും അയാളുടെ ഈ പെരുമാറ്റം മൂലം നിനക്കുണ്ടാകുന്ന വേദനയെ പറ്റി അയാളെ അറിയിച്ചു കഴിയുമ്പോൾ അവൻ നിന്നെ കുറ്റക്കാരിയാക്കി മാറ്റും. നീ അവസാനം വിചാരിക്കും, ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയോണ്ടാണ് അയാൾക്ക് ഇന്ന് ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വന്നത്, എല്ലാം എന്റെ തെറ്റാണെന്ന് ഓർത്ത് ക്ഷമിച്ചു കൊടുക്കും. നീ വീണ്ടും ആ ലൂപ്പിൽ പെടും. ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ്. മൂന്ന്, നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ അവൻ എങ്ങനെയും ജയിച്ചേ പറ്റൂ, അതിനുവേണ്ടി കള്ളങ്ങൾ പറയും, നിന്നെയും മക്കളെയും മാനിപ്പുലേറ്റ് ചെയ്യും. അവൻ ഒരിക്കലും കുറ്റബോധം എന്നൊരു വികാരം ഉണ്ടാവില്ല. നിന്റെ സങ്കടം കണ്ട് സിമ്പതി തോന്നുന്നതിന് പകരം അവൻ അത് കണ്ട് സന്തോഷിക്കും. നാല്, നാട്ടുകാരുടെ മുന്നിൽ അവന് നല്ലവനായ ഉണ്ണി എന്നൊരു ഇമേജ് ആയിരിക്കും. പള്ളിയിലൊക്കെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കും, എല്ലാവരും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഉള്ളില് അവൻ എല്ലാവരോടും പകയും അസൂയമായിരിക്കും. ഡോർ അടച്ചാൽ മാത്രം ഭാര്യയുടെയും മക്കളുടെ മുമ്പിൽ സൈക്കോപാത്തിനെ പോലെ പെരുമാറും. അവർക്ക് പൈസയോട് ഒടുക്കത്തെ ആക്രാന്തമായിരിക്കും. സ്വന്തം ഷോപ്പിന് വേണ്ടി ചെലവാക്കും. പക്ഷെ കുടുംബത്തെ അരി മേടിക്കാണ്ട് കൊടുത്ത 10 പൈസയ്ക്ക് പോലും കണക്ക് പറയും. പിന്നെ സ്വയം ബെസ്റ്റ് ആണ്, നമ്പർ 1 ആണ് എന്നൊരു അഹംഭാവം കാണും. നീ അവരെ പൊക്കി പറഞ്ഞാൽ മാത്രം മുഖത്തിൽ സന്തോഷം കാണാം. ഇനി നിന്റെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാൻ ബയോ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ശരിയാക്കാം.